ഇന്ന് നമ്മൾ റെഡിയാക്കണത് ഗോതമ്പ് പൊടി കൊണ്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ജ്യൂസിയുമാണ്, തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്കിങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. 4-5 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഈ ഗോതമ്പ് പൊടിയൊക്കെ മൂത്ത നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. ദാ ഇതുപോലെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ട് നമുക്കിതാ കൈകൊണ്ട് പിടിക്കാൻ പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഈ മാവിന് നല്ല ചൂടുള്ളപ്പോൾ നമ്മളിതിലേക്ക് പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിച്ചൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ട് പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 4-5 മിനിറ്റ് നേരം ഇത് നല്ലപോലെ കുഴച്ചെടുക്കണേ. അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് കിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. എന്നിട്ടിത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ചപ്പാത്തി മാവിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവായിരിക്കും കേട്ടോ ഇത്. ഞാനിതിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇപ്പം തന്നെ ഷേപ്പാക്കിയിട്ടെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിന് കൊടുക്കാം. സിലിണ്ട്രിക്കൽ ഷേപ്പോ ഓവൽ ഷേപ്പോ റൗണ്ട് ഷേപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും. ഞാനെന്താ ഈ ഷേപ്പിലാണിത് ചെയ്തിട്ടെടുക്കണത്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ഷേപ്പാക്കിയിട്ടെടുക്കാം. ഇനി ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ മെൽറ്റായി കഴിയണ സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 3 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണുണ്ട്. നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒറ്റനൂൽ പരുവമില്ലേ, അതൊന്നും ആകേണ്ട ആവശ്യമില്ല. അതിന് തൊട്ട് മുന്നുള്ള പാകമില്ലേ, കയ്യിലേക്ക് ഒന്ന് എടുത്ത് നോക്കുമ്പം ഒന്ന് ഒട്ടണ പാകം, ആ ഒരു പാകമായാൽ മതി കേട്ടോ. നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പിന് ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. റോസ് വാട്ടർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്താലും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ സിറപ്പിന് ചെറിയൊരു പുളിരസം കൂടെ കിട്ടും. ദാ ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഷേപ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഓരോന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇതിൻ്റെ അകമൊന്നും നല്ലപോലെ വെന്ത് കിട്ടില്ല. അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ടും ജ്യൂസി ആയിട്ടും കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ഹാർഡായി പോവും. ഷുഗർ സിറപ്പ് ഒട്ടും തന്നെ ഇത് അബ്സോർബ് ചെയ്യുകയില്ല. ഇതിങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. 2-3 മിനിറ്റൊക്കെ മതിയാകും. അപ്പോഴേക്കും നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി കിട്ടും. ഇതിവിടെ ആയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പില്ലേ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സ്നാക്കിനും നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പിനും നല്ല ചൂടുണ്ടാവണം. അപ്പോൾ മാത്രമാണ് ഇത് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. നമ്മളിത് ഓരോ പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്ത് വരുമ്പോഴും നമ്മുടെ ഷുഗർ സിറപ്പിന് ചൂട് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും കൂടെ ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് ഒത്തിരി സമയമൊന്നും ഷുഗർ സിറപ്പിൽ മുക്കി വെക്കേണ്ട. 10 മിനിറ്റൊക്കെ തന്നെ മതിയാകും. അപ്പോഴേക്കും ഇത് ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, ഞാനിത് വെച്ചിട്ട് 10 മിനിറ്റേ ആയുള്ളൂ. അപ്പോഴേക്കും ഇത് ഷുഗർ സിറപ്പൊക്കെ മൊത്തം വലിച്ചെടുത്തിട്ടുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോണ തരത്തിലുള്ള സ്വീറ്റാണ് കേട്ടോ ഇത്. നല്ല ജ്യൂസിയാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഇങ്ങനെ കഴിക്കുന്നതിലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ്. ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ല കേട്ടോ. താങ്ക്